so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 2 to 3 year old കിഡ്സിൻ്റെ ഒരു പാർട്ടി വെയർ ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ഫാബ്രിക് പർച്ചേസ് ചെയ്തിരുന്നു. അതിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, ജിമ്മി ചൂ ഫാബ്രിക്. ആ ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡ്രസ് ഫോം ഞാൻ ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് അതിന് ആദ്യം വേണ്ടത് ബേസ് ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. 2 to 3 year old കിഡ്സ് ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ഷോൾഡർ പോയിന്റ് എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ എത്രയാണോ നമ്മൾ ഷോൾഡർ പോയിന്റ് കൊടുത്തത് അത് തന്നെയാണ് ഞാൻ ആം ഹോൾ ഡെപ്ത് ആക്കി എടുക്കുന്നത്. ഈ ഒരു ബേബി ഫ്രോക്കിൽ ബാക്കിൽ സിബ് വരുന്നതുകൊണ്ട് ഞാൻ അഡീഷണൽ ആം ഹോൾ ഡെപ്തിൻ്റെ ഒപ്പം എക്സ്ട്രാ ഒരു 0.5 ഇഞ്ചും കൂടി കൂട്ടി എടുക്കുന്നില്ല. കാരണം ബാക്കിൽ സിബ് വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എത്രയാണോ ഷോൾഡർ പോയിന്റ് എടുത്തത് അത് തന്നെയാണ് ഞാൻ ആം ഹോൾ ഡെപ്ത് ആക്കി എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ കഴുത്തിറക്കവും കഴുത്തകലവും മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടും ഞാൻ 2.5 ഇഞ്ച് വെച്ചാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കഴുത്തിറക്കം 2.25 ഇഞ്ച് കൊടുക്കണമെങ്കിൽ 2.25 ഇഞ്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുക്കുക. അതിനോടൊപ്പം ഒരു 0.25 ഇഞ്ച് ഈസ് ആഡ് ചെയ്താണ് ഞാൻ 5.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് ലെങ്ത് ആണ്. നമ്മുടെ വേസ്റ്റ് ലെങ്ത്തിൽ നിന്നും ഞാൻ കുറച്ചും കൂടി കുറച്ചാണ് എടുത്തിരിക്കുന്നത്, 6.5 ഇഞ്ച്. ഇനി ആ ലൈനിലായിരിക്കണം നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അത് 5.25 ഇഞ്ചാണ്. എത്രയാണോ ചെസ്റ്റ് എടുത്ത് അതുപോലെ തന്നെയാണ് വേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഡ്രസ് ഫോമിൽ ഞാൻ സ്ലീവ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഈ ഒരു സ്ലീവ് മെത്തേഡ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ നെക്കിൻ്റെ കോർണർ പോയിന്റും നമ്മുടെ ചെസ്റ്റ് ലൈൻ വന്ന് മുട്ടുന്ന ആ പോയിന്റും തമ്മിൽ ചേർത്ത് ഇതേപോലെ ചരിച്ചൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം 2.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പം ഈ ഒരു സ്ലീവിൽ ഞാൻ ഇലാസ്റ്റിക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫാബ്രിക് എത്രത്തോളം എടുക്കണം എന്നുള്ള കാൽക്കുലേഷനാണ് ഞാൻ ഇനി പറയുന്നത് കേട്ടോ. കഴുത്തിറക്കം എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അപ്പം ഈ 2.5 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലോട്ടും 2.5 ഇഞ്ചാണ്, ബാക്ക് സൈഡും 2.5 ഇഞ്ചാണ്. അപ്പോൾ ഇലാസ്റ്റിക് വരുന്നത് കൊണ്ട് അവിടെ ഫാബ്രിക് നമ്മൾ എടുക്കുമ്പം ഈ 2.5 ഇഞ്ചിൻ്റെ 2 ഇരട്ടി ഫാബ്രിക് ഫ്രണ്ടിലോട്ടും എടുക്കുക, 2 ഇരട്ടി ഫാബ്രിക് ബാക്കിലോട്ടും എടുക്കുക. അപ്പോൾ 5 ഇഞ്ച് ഫ്രണ്ടിലോട്ടും കിട്ടും, ബാക്കിലോട്ടും കിട്ടും. അങ്ങനെ ടോട്ടൽ 10 ഇഞ്ചാണ് നമ്മൾ ഫാബ്രിക്കിന് ലെങ്ത് ആക്കി എടുക്കേണ്ടത്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഇലാസ്റ്റിക് വന്നിട്ട് കഴിയുമ്പോൾ ചുരുങ്ങി 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 പൊയ്ക്കോളും. ഇലാസ്റ്റിക് എത്ര നമ്മൾ എടുക്കണം? 10ൻ്റെ നേരെ പകുതി എടുക്കുക, 5 ഇഞ്ച്. അപ്പോൾ 5 ഇഞ്ച് ഇലാസ്റ്റിക്കിലോട്ട് നമ്മൾ ഈ ഫാബ്രിക് ചുരുക്കി ചുരുക്കി വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഒന്നുമില്ല, നമ്മുടെ കഴുത്തിറക്കം എത്രയാണോ അതിൻ്റെ 2 ഇരട്ടി എടുക്കുക. അത്രയാണ് നമ്മൾ ഫാബ്രിക് ആയിട്ട് എടുക്കേണ്ടത്. ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ പകുതിയും എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും ആക്കിയും ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഡ്രാഫ്റ്റിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ഒരു പാറ്റേൺ പേപ്പർ എടുത്തു ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേസ് ലൈൻസ് വരയ്ക്കുന്നുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്തതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ബേസ് ലൈൻസ് വരയ്ക്കാൻ കേട്ടോ. ഇനി ആ വരച്ച ലൈനിൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ ഈ പറഞ്ഞ 5 ഇഞ്ച്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ടിലോട്ടും 2.5 ബാക്കിലോട്ടും 2.5, അങ്ങനെ ടോട്ടൽ 5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് താഴത്തോട്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് ആണ്. അത് ഞാൻ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാം ഈ ഒരു സ്ലീവ് എന്ന് നമ്മുടെ കഴുത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എത്രയാണോ സ്ലീവ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മാർക്ക് ചെയ്ത 5 ഇഞ്ച് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലോട്ട് നമ്മുടെ യോക്കിൻ്റെ പാറ്റേണിൽ ആ ചരിഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? മുകളിൽ എത്രയാണോ കൊടുത്തത് അത് തന്നെയാണ് ഞാൻ സ്ലീവ് റൗണ്ടിനും കൊടുക്കുന്നത്. അതായത് 5 ഇഞ്ച് തന്നെയാണ്. താഴെ പ്രത്യേകിച്ച് അങ്ങനെ കണക്കും കാര്യങ്ങളില്ല, കാരണം താഴെ ഞാൻ ഇലാസ്റ്റിക് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുകളിൽ കൊടുത്ത അത്രയും തന്നെ താഴെയും കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഇലാസ്റ്റിക് വരുമ്പോഴത്തേക്കും അത് ചെറുതാകുമല്ലോ, ചുരുങ്ങി ചുരുങ്ങി വരുമല്ലോ. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? അതാ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത്. അതായത് നമ്മുടെ ബേസിക് ബോഡീസും സ്ലീവും കൂടി ചേർത്ത് വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ 5 ഇഞ്ച് ലെങ്ത് എന്ന് പറഞ്ഞ് ചുരുങ്ങി ചുരുങ്ങി 2.5 ഇഞ്ചിലോട്ടാവും കേട്ടോ. ഇനി നമ്മളിത് ഫാബ്രിക്കിലോട്ട് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ 3 ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്, നമ്മുടെ ജിമ്മി ചൂ എടുത്തിട്ടുണ്ട്, ദെൻ സാറ്റിനും എടുത്തിട്ടുണ്ട്. ഈ 3 ഫാബ്രിക്കിലോട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം.
ആദ്യം തന്നെ ഞാൻ ലൈനിങ് ആണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ നമുക്ക് ട്രേസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള എമൗണ്ട് ഫാബ്രിക് എടുക്കുക. അതിൽ നമ്മൾ ആദ്യം ഫ്രണ്ട് ബോഡീസ് ആണ് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഫാബ്രിക് ഇതേപോലെ നമ്മൾ മടക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാറ്റേൺ വെച്ച് വരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ബോഡീസ്. ഇത് തന്നെയായിരിക്കും നമ്മൾ ബാക്ക് ബോഡീസ് ആക്കിയും കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? ട്രേസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ സീം അലവൻസ് ആണ് കൊടുക്കുന്നത്, അതായത് തയ്യൽ തുമ്പ്. നമ്മുടെ ഹെം പോർഷൻ്റെ അവിടെ ഞാനൊരു 0.75 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് സിമിന് 1 ഇഞ്ച്, ഷോൾഡറിനും നമ്മുടെ നെക്കിനും 0.5 ഇഞ്ച് വെച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 3 ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് കട്ട് ചെയ്തു, സാറ്റിൻ കട്ട് ചെയ്തു, നമ്മുടെ മെയിൻ ഫാബ്രിക് അതായത് ജിമ്മി ചൂ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്ക് ബോഡീസും ട്രേസ് ചെയ്യണം. അതിന് വീണ്ടും ലൈനിങ് തുണി എടുക്കുക, ഇതേപോലെ മടക്കുക. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ നമ്മൾ കൊടുത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പം ഈ വരച്ച ആ ലൈനിൽ വേണം നമ്മുടെ പാറ്റേൺ പേപ്പറും വെച്ച് ട്രേസ് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇതാ പാറ്റേൺ പേപ്പറിൻ്റെ ഫോൾഡഡ് പാർട്ടും നമ്മുടെ വരച്ച ലൈനും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം ട്രേസ് ചെയ്യാൻ. ഇനി നമ്മൾ ഫ്രണ്ട് ബോഡീസിന് എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അത് തന്നെ നമ്മൾ ബാക്ക് ബോഡീസിനും കൊടുക്കുക. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 3 ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈനിങ് ഫാബ്രിക്, സാറ്റിൻ ഫാബ്രിക്, ദെൻ ജിമ്മി ചൂ ഫാബ്രിക്. അങ്ങനെ ബാക്ക് ബോഡീസും നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് വീണ്ടും ഞാൻ സ്ലീവിന് ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല, നമ്മുടെ മെയിൻ ഫാബ്രിക് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ 2 ഫാബ്രിക് ഇതേപോലെ മടക്കിയിട്ട് പിൻ ചെയ്യുന്നുണ്ട്. കാരണം ഫാബ്രിക് തിന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യം തിന്നായതുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്ത് വെച്ചത്. ഇനി എന്താ നമ്മൾ ചെയ്യുക? നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ എടുക്കുക. 2ൻ്റെ മടക്ക് ഭാഗം, അതായത് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഒരുപോലെ വരുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം ട്രേസ് ചെയ്തെടുക്കുക. ട്രേസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തയ്യൽ തുമ്പ് കൊടുക്കുക, സീം അലവൻസ് കൊടുക്കുക. അതായത് സൈഡ് സീമിന് 1 ഇഞ്ച്, സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് 0.5 ഇഞ്ച്, സ്ലീവ് അറ്റാച്ചിങ് സൈഡിലും 0.5 ഇഞ്ച്, ഷോൾഡർ സൈഡിലും 0.5 ഇഞ്ച്. ഇങ്ങനെ തന്നെ സീം അലവൻസ് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലും കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു. ഇനി നമ്മുടെ ഫ്രോക്കിന് പുറകിൽ കെട്ട് കൊടുക്കണമല്ലോ. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു ലെങ്ത് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ 2ആയിട്ട് മടക്കി ഇട്ടിട്ട് വേണം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് നോക്കാം.
നമ്മുടെ ബേബി ഫ്രോക്കിന്റെ യോക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള കാൽക്കുലേഷനാണ് ഞാൻ ഇനി പറയുന്നത്. യോക്ക് പാർട്ട് മാത്രമുള്ള ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. നമ്മുടെ ഈ ഒരു 2 to 3 year old കിഡ്സിന്റെ ഫ്രോക്കിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഷോൾഡർ തൊട്ട് നീ വരെയുള്ള മുട്ട് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ചിൽ യോക്ക് ലെങ്ത് 6.5 ഇഞ്ച് പോയി ബാക്കി നമുക്ക് 11.5 ഇഞ്ചാണ് താഴ്ഭാഗം വരുന്നത്. ഈ താഴ്ഭാഗത്ത് ഞാൻ 2 തട്ടായിട്ടാണ് ഫാബ്രിക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 തട്ടായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ 11.5 ഞാൻ 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടുന്നത് 5.75 ഇഞ്ചാണ്. ആദ്യത്തെ തട്ട് തുണിക്ക് ഞാൻ 5.75 ഇഞ്ചാണ് ഹൈറ്റ് കൊടുക്കുന്നത്. രണ്ടാമത്തെ തട്ട് തുണി ഞാൻ ആ ടോട്ടൽ 11.5 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ തുണി മടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ആദ്യം നമുക്ക് 5.75 ഇഞ്ച് എടുക്കാം, അതിൻ്റെ 2 ഇരട്ടി എടുക്കാം. അപ്പോൾ ഈ കാണുന്നത് ഒരു തുണിയാണ് നിങ്ങൾ കരുതുക. 5.75 ഇഞ്ചിൻ്റെ 2 ഇരട്ടി ഹൈറ്റിൽ ഞാൻ ഈ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനത് ഇതേപോലെ ഞാൻ 2ആക്കി മടക്കി കഴിയുമ്പോൾ നമുക്ക് 5.75 ഇഞ്ച് തന്നെ വരുമല്ലോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ 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 ഗ്യാദേഴ്സ് കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഇനി രണ്ടാമത്തെ ലെയർ 11.5 ഇഞ്ചാണ്. അതിൻ്റെ 2 ഇരട്ടി എടുക്കുക, അതിനെ 2ആയിട്ട് ഇതേപോലെ മടക്കി കഴിയുമ്പോൾ പിന്നെയും 11.5 ഇഞ്ചിലോട്ട് തന്നെ വരും. എന്നിട്ട് കുഞ്ഞി പ്ലേറ്റ്സ് കൊടുക്കുക. ഇങ്ങനെയാണ് ബോട്ടം പാർട്ട് ചെയ്യുന്നത്. അത് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യോക്ക് പാർട്ട് എടുക്കുക, അതിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മളൊന്ന് മെഷർ ചെയ്തെടുക്കുക. നമുക്ക് കിട്ടുന്നത് 23 ഇഞ്ചാണ് സീം അലവൻസ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ബോട്ടം പാർട്ടിലേക്ക് എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ലൈനിങ് ആണ് എടുക്കുന്നത്. ലൈനിങ്ങിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ വേസ്റ്റ് മെഷർ ചെയ്തത് 23 ഇഞ്ചാണ്. ഈ 23 ഇഞ്ചിൻ്റെ 3 ഇരട്ടി ലെങ്ത്തിൽ വേണം ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് 69 ഇഞ്ച് കിട്ടും. ഹൈറ്റ് എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 12.5 ഇഞ്ച് കേട്ടോ. അതിൻ്റെ താഴ്ഭാഗം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ സാറ്റിൻ തുണി എടുക്കുക. നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് 23 അതിൻ്റെ 3 ഇരട്ടി എടുക്കുക ലെങ്ത് ആയിട്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. ഇത് നമ്മുടെ സീം അലവൻസ് ഉൾപ്പെടെയാണ് 12.5 ഇഞ്ച് വരുന്നത്. അതിൻ്റെയും താഴ്ഭാഗം ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ജിമ്മി ചൂ ഫാബ്രിക് ആണ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ലെയറാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഹൈറ്റ് കൂടുതലുള്ള ലെയർ 11.5 ഇഞ്ച്. അതിൻ്റെ 2 ഇരട്ടി എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അപ്പോൾ 23 ഇഞ്ച് ഹൈറ്റിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി. അതിനുശേഷം ഈ മടക്കിയ ഭാഗത്തൊരു ലൂസ് സ്റ്റിച്ച് കൊടുത്തത് ഇതേപോലെ കുഞ്ഞി ഗ്യാദേഴ്സ് ആക്കും കേട്ടോ. ഇതുപോലെ തന്നെ നമ്മളിനി സെക്കൻഡ് ലെയർ എടുക്കുക. അതിൻ്റെ സെക്കൻഡ് ലെയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.75 ഇഞ്ചായിരുന്നു. അപ്പോൾ 5.75 ഇഞ്ചിൻ്റെ 2 ഇരട്ടി ഹൈറ്റിൽ നമ്മൾ ഈ ഫാബ്രിക് എടുക്കുക. അപ്പോൾ നമുക്ക് 11.5 ഇഞ്ചാണ് വരുന്നത്. എന്നിട്ട് അതിന് ഇതേപോലെ 2ആയിട്ട് മടക്കുക. എന്നിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് കുഞ്ഞി ഗ്യാദേഴ്സ് ആക്കുക. ഇതിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിരുന്നു, അതിൻ്റെ 3 ഇരട്ടി എടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഇതിൻ്റെ ബോട്ടം പാർട്ടിലെ മെയിൻ തുണിയുടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 11.5 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ 1 ഇഞ്ച് കുറച്ചിട്ട് നിങ്ങൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. ആ ലൈനിങ്ങിന് വേണ്ടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 10.5 ഇഞ്ചാണ് വരുന്നത്. അതിൽ നമ്മൾ താഴെ മടക്കി അടിക്കാനും മുകളിൽ സീം അലവൻസിനും എല്ലാം കൂടി ചേർത്താണ് ഞാനൊരു 12.5 ഇഞ്ച് ലൈനിങ്ങിനും സാറ്റിനും എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ഫാബ്രിക്കും ഇതേപോലെ ഗ്യാദേഴ്സ് ഇട്ട് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാറ്റിന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ നോക്കുക. അന്നേരം നമ്മുടെ ബോഡി പാർട്ടിന് കിട്ടിയ അതേ ലെങ്ത് തന്നെയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്, 23 ഇഞ്ച്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ തുണി 2 ലെയർ ആക്കിയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ആ 2 ലെയർ ആദ്യം തയ്ച്ചെടുക്കുക. അതിൻ്റെ വേസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് തയ്ച്ചെടുക്കുക. കണ്ട, നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സാറ്റിൻ തുണി എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ഈ മെയിൻ തുണി വേസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
നമ്മൾ ഓരോരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ മെയിൻ തുണി ഒന്ന് കൂട്ടി യോജിപ്പിച്ചു, അതിനുശേഷം മെയിൻ തുണിനെയും സാറ്റിനെയും നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമ്മൾ ഈ ഒരു തുണീനെ നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. രണ്ടിൻ്റെയും വേസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം തമ്മിൽ വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇപ്പോഴും നമ്മൾ ലൈനിങ് എടുത്തിട്ടില്ല കേട്ടോ. ലൈനിങ് നമ്മൾ അവസാനമാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ്ങും കൂടി ഇട്ട് കഴിയുമ്പോൾ ഉള്ളിൽ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവസാനം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ലൈനിങ് കൊടുക്കുന്നത്. ലൈനിങ് നമ്മൾ തിരിച്ചു വെച്ച് അറ്റാച്ച് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ സാറ്റിൻ തുണിയും മെയിൻ തുണിയും അറ്റാച്ച് ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതേപോലെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നിവർത്തുമ്പോഴത്തേക്കും നമ്മുടെ ഉൾഭാഗത്ത് ആ വേസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തുള്ള തയ്യൽ തുമ്പ് നമുക്ക് കാണാണ്ട് വരും. ഇതേപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. നമ്മൾ ഇത്രയും തുണി അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇച്ചിരി കട്ടി വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം അവിടെ വരുന്ന തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ അത്യാവശ്യം തിക്നെസ് ഇച്ചിരി കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ സിബ് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല. വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ളത് കൊണ്ടാണ്. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതിൻ്റെ കറക്റ്റ് കളർ എന്ന് പറയുന്നത് വൈൻ റെഡ് ആണ്. അത് ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.